ഇറ്റ്സ് മീ നസീമ. ബോച്ചട്ടി ഫ്രാഞ്ചൈസ് മടിയൻ ഷോപ്പിൽ നിന്നാണ്. ബോച്ചട്ടി വാങ്ങിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന കൂപ്പൺ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എറർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറിന് ശേഷം ഒന്ന് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം 24 ഹവേഴ്സിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയാൽ അത് ശരിയാവും. നെറ്റിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് കൂപ്പൺ ഇൻവാലിഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂപ്പൺ കോഡ് കറക്റ്റായിട്ട് ഒന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. കൂപ്പൺ എൻ്റർ ചെയ്തത് കറക്റ്റ് ആയില്ലെങ്കിലായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അതേപോലെ കൂപ്പൺ ഓൾറെഡി യൂസ്ഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ, ഇതുപോലെ കാണിക്കുന്നതെങ്കിൽ ഇത് കാണുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുത്ത പേരും മൊബൈൽ നമ്പറും കൂപ്പൺ കോഡും ഇതൊക്കെ കാണുന്ന രീതിയിലായിരിക്കണം സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. അതിനുശേഷം ഈ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കൂപ്പൺ കോഡ് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ പ്ലെയർ ബ്ലോക്ക്ഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്ലെയർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൂപ്പണും എൻറ്റർ ചെയ്യാൻ സാധിക്കില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു തവണ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും അത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതും നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാം. അതിനുശേഷം അവർ ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്